ഹായ് ഓൾ, റെയിനി ടെക്സ്റ്റ് ചാപ്റ്റർ വൈസ് അനാലിസിസിൽ സൊല്യൂഷൻസ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന റോൾസ് ലോയെ ബേസ് ചെയ്തിട്ട് വന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഐഡിയൽ സൊല്യൂഷനെ കുറിച്ച് പറയുന്നുണ്ട് ഇതിനകത്ത്. ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിരിക്കുന്നത് ഐഡിയൽ സൊല്യൂഷൻ ഫോംഡ് ഒബേസ് റോൾസ് ലോ ത്രൂ ഔട്ട് ദി കോമ്പോസിഷൻ റേഞ്ച് അല്ലേ, നമ്മളെപ്പോഴും പഠിക്കുന്നതാണ്. റോൾസ് ലോ ഒബേ ചെയ്യുന്ന എല്ലാ കോൺസെൻട്രേഷൻസിലും റോൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസിനെയാണ് നമ്മൾ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇനി അതിൽ ഐഡിയൽ അല്ലാതെ വരുന്ന നോൺ ഐഡിയൽ സൊല്യൂഷൻസിനെ കുറിച്ചും പറയുന്നുണ്ട്. അവിടെ രണ്ട് ടൈപ്പ് ഡീവിയേഷൻസ് ഒക്കെ നമ്മൾ പറയും, പോസിറ്റീവ് ഡീവിയേഷൻ ആൻഡ് നെഗറ്റീവ് ഡീവിയേഷൻ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളുകൾ പഠിക്കുമ്പം ക്ലോറോഫോം ആൻഡ് അസറ്റോൺ, മിക്സ്ചർ ഓഫ് ക്ലോറോഫോം ആൻഡ് അസറ്റോൺ ഷോസ് നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പഠിക്കുന്നുണ്ട്. അതാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നിരിക്കുന്നത്. അതും കറക്റ്റാണ്. എന്നാൽ തേർഡ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ മിക്സ്ചർ ഓഫ് അൻലീൻ ആൻഡ് ഫീനോൾ ഷോ പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇത് രണ്ടും ക്ലോറോഫോം ആൻഡ് അസറ്റോൺ ആയിക്കോട്ടെ, അനിലീൻ ആൻഡ് ഫീനോൾ ആയിക്കോട്ടെ, ഇത് രണ്ടും നെഗറ്റീവ് ഡീവിയേഷൻ്റെ തന്നെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും റോൾസ് ലോയിൽ നിന്ന് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന മിക്സ്ചേഴ്സിലാണ് നമ്മൾ ഇത് രണ്ടും പഠിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? ക്ലോറോഫോം ആൻഡ് അസറ്റോൺ, അനിലീൻ ആൻഡ് ഫീനോൾ. അപ്പോൾ ബി കറക്റ്റാണ്, പക്ഷേ സി ഇൻകറക്റ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് പറയാൻ പറ്റുന്നത് ഓപ്ഷൻ 2 ആയിരിക്കും. എ ആൻഡ് ബി ഉള്ളി, അതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. ഫോർ ആൻ ഐഡിയൽ സൊല്യൂഷൻ ഫോംഡ് ബൈ മിക്സിംഗ് ലിക്വിഡ്സ് പി ആൻഡ് ക്യൂ. പി എന്ന ലിക്വിഡും ക്യൂ എന്ന ലിക്വിഡും മിക്സ് ചെയ്തു. അപ്പോൾ അത് ഐഡിയൽ സൊല്യൂഷൻ ആകണം എന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ്. ഐഡിയൽ ആണെങ്കിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറയുക. ഡെൽറ്റ വി മിക്സ് 0 ആയിരിക്കും, ഡെൽറ്റ എച്ച് മിക്സും 0 ആയിരിക്കും. ഇത് 0 ആണെങ്കിൽ അതാണ് ഐഡിയൽ സൊല്യൂഷൻ. അപ്പോൾ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു അസേർഷൻ ആണ് തന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ റീസൺ എന്താണെന്ന് നമ്മൾ പഠിക്കുന്നു. എന്താണ് ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത്? പി എന്ന ലിക്വിഡിൽ ഉണ്ടായിരുന്ന ഇൻട്രാക്ഷൻസിൻ്റെ ആ ഒരു സ്ട്രെങ്ത് ഉണ്ടല്ലോ, അതുപോലെ ക്യൂവിൻ്റെ സ്ട്രെങ്ത്, ഇതേ സ്ട്രെങ്ത് തന്നെ ആയിരിക്കും ഇത് മിക്സ് ചെയ്യുമ്പോഴുള്ള ലിക്വിഡിലെ പിയും ക്യൂവും തമ്മിലുള്ള ഇൻട്രാക്ഷൻ. പിയും ക്യൂവും തമ്മിൽ ഇൻട്രാക്ഷൻ ഉണ്ട്. ഇൻട്രാക്ഷൻ എങ്ങനെ തന്നെയായിരിക്കും? ഇവർ പി എന്ന ലിക്വിഡിൽ ഉണ്ടായിരുന്ന ഇൻട്രാക്ഷൻ, ക്യൂ എന്ന ലിക്വിഡിൽ ഉണ്ടായിരുന്ന ഇൻട്രാക്ഷൻ ഇത് തന്നെയാണ്. ഇതിനോട് ഏകദേശം ഈക്വൽ ഇൻട്രാക്ഷൻസ് ആണ് പിയും ക്യൂവും തമ്മിലുണ്ടാകുന്നത്. പിയും ക്യൂവും തമ്മിൽ ഇൻട്രാക്ഷൻ മസ്റ്റ് ആയിട്ടും ഉണ്ട്. അതുകൊണ്ടാണല്ലോ അവരൊരു ഐഡിയൽ സൊല്യൂഷൻ ആയിട്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ റീസൺ തന്നിരിക്കുന്നത് എന്താ? നോ ഇൻട്രാക്ഷൻ ഒക്കർ ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ എന്നാണ്. അത് തെറ്റാണ് കേട്ടോ. പിയും ക്യൂവും തമ്മിൽ ഇൻട്രാക്ഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അപ്പോൾ അസേർഷൻ ഈസ് കറക്റ്റ് ബട്ട് റീസൺ ഈസ് ഇൻകറക്റ്റ് എന്നുള്ളതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അപ്പോൾ നമുക്ക് ഓപ്ഷൻ 4 ആൻസർ ആയിട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് റീനീറ്റ് എക്സാമിന് സൊല്യൂഷൻ എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിരുന്നത്. പൊതുവെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമ്മൾ എപ്പോഴും പഠിക്കുന്ന യൂഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഐഡിയൽ സൊല്യൂഷൻ എന്താണ്, റോൾസ് ലോ ഒബേ ചെയ്യുന്നു, നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത് ആരൊക്കെയാണ്, ഇതെല്ലാം നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിരുന്നത്. വേറെ ഒരു വീഡിയോയിൽ മറ്റൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക് യു.